ഓണപ്പൂക്കളം ഇന്നത്തെ തലമുറയ്ക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഓണപ്പൂക്കളാണ് ഇത്. നിങ്ങളിപ്പോൾ ഒരു ടി വി തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വന്നിരിക്കുന്ന സിനിമാ നടികൾ ഒരു 23 അല്ലെങ്കിൽ 28 30 വയസ്സ്, ഈ 30 വയസ്സുള്ള സിനിമാ നടിയാണ് പണ്ടത്തെ ഓണത്തിന് വെച്ചിട്ട് വിവരിക്കുന്നത്. അതേസമയം ഒരു 60-70 വയസ്സായുള്ള ഒരു സിനിമ നടിയാണ് പറയുന്നതെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും വിശ്വസിക്കാം. ഇവര് അത് കണ്ടിട്ടുമില്ല, വെറുതെ കേട്ടത് കണ്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഗോമൂത്രവും ചാണകവും. അപ്പൊ ഞാൻ ഇത് കൊണ്ടുവരുന്നത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ കാളയും പോത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗിരീഷ് നായർ ഉണ്ട്, നമ്മുടെ അപ്പോളോ ടയർ കമ്പനിയിൽ ജോലിയുള്ള ഗിരീഷ് നായർ, കൊടകര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയൊരു നേതാവൊക്കെയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ചേട്ടൻ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്നോ, നമുക്ക് ചാണകമല്ല മൂത്രമല്ല എന്ത് വേണമെങ്കിലും. അപ്പോൾ പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ മൂത്രവും ചാണകമൊക്കെ നിലത്തുനിന്ന് എടുക്കാൻ നിൽക്കില്ല, കാരണം വല്ല ഇലയൊക്കെ വെച്ചിട്ട് അതിലാണ് എടുക്കുക. അതൊക്കെ ഗിരീഷ് എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് കൊണ്ടുപോരാണ് കണ്ടോ. അപ്പം ഇന്ന് ജോലിക്ക് വേണ്ടാണ് ആൾ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാറുന്നു. ഇന്ന് കമ്പനിയിൽ ലീവാണ് ആള്. അപ്പം ഇത് ഞാൻ വീട്ടിൽ വേഗം കൊണ്ടുവന്നാലാണ്. മഴയൊക്കെ തോന്നുന്നുണ്ട് കണ്ടോ. ഈ മഴയത്ത് അപ്പോൾ ഈ സാധനം എത്തി കണ്ടോ, ചാണകം. ഈ ചാണകത്തിൽ കുറച്ച് ഗോമൂത്രം ഒഴിച്ചു കൊടുക്കണം നമ്മൾ കണ്ടോ. അത് കലക്കി വയ്ക്കണം. അപ്പോൾ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, ടൈറ്റ് പോകാൻ വേണ്ടിയിട്ട്. കണ്ടോ. അതിന് ശേഷം നമ്മൾ ഒരു ചൂലൊക്കെ അടിച്ചിട്ട് നമ്മുടെ മുറ്റൊക്കെ നന്നായിട്ട് അടിച്ച് വൃത്തിയാക്കണം. എന്നിട്ടൊരു കുഴി കുത്താം. കുഴി കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിലൊരു വടി വെച്ച് നമ്മളുടെ ഈ പാള, നിങ്ങളൊക്കെ സുത്തലി എന്ന് പറയില്ലേ, സുത്തലി ഒന്നും ഈ ഞങ്ങളെപ്പോലുള്ള കൃഷിക്കാർ സുത്തലി തന്നെ കണ്ടിട്ടില്ല. ഞങ്ങൾ ഈ പാളയുടെ വള്ളിയാണ് എടുക്കുക. പാളയുടെ ഉള്ളിലത്തെ അത് കളഞ്ഞിട്ട് കണ്ട ഒരു അടി ഇങ്ങോട്ട് എടുക്കുക. അതിനുശേഷം ഈ വള്ളി എടുത്തിട്ടാണ് ഞങ്ങൾ ഒരു വൃത്തം വരയ്ക്കുക. ഇപ്പോൾ രണ്ടെണ്ണം കീഴ് വെച്ചാൽ ഒരെണ്ണം പൊട്ടിപ്പോയെങ്കിലോ എന്നിട്ടാണ്. ആ സമയത്ത് തന്നെ ഓടാൻ നിൽക്കണ്ടല്ലോ. കണ്ടോ, ഒരു കെട്ടിടുക, എന്നിട്ട് ഒരു കുറ്റി വയ്ക്കുക, തിരിക്കുക കണ്ടോ. ഇതുപോലെ ഒരു വൃത്തം വരയ്ക്കുക. ഇനി നമ്മളുടെ ഇഷ്ടത്തിന് ചെറിയ ചെറിയ വൃത്തങ്ങൾ ആദ്യം വരയ്ക്കുക കണ്ടോ. അപ്പം കറക്റ്റ് റൗണ്ടായിരിക്കും. എവിടെ നിന്ന് മെഷർമെൻ്റ് എടുത്താൽ കറക്റ്റ് റൗണ്ട് കണ്ടില്ലേ, അതാണ് ഇത്. അപ്പോൾ നിങ്ങളിത് കണ്ടില്ലേ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള പൂവ് പൊട്ടിക്കാൻ പോയേക്കണം. അപ്പോൾ മുന്നേ തുളസി ഇലയുടെ പൂ പൊട്ടിച്ചെടുത്തു, അല്ല തുളസി പൂവും ഇലയും. അപ്പോൾ ഭാര്യ സബിതയുണ്ട്. വെളുപ്പിന് 6 മണിയാണ് ഇപ്പോൾ സമയം. 6 മണി, 6 മണി കഴിഞ്ഞു, 7 മണിയായി. അപ്പോൾ അവള് ഈ തൊട്ടാവാടിയിൽ പൂവ് പൊട്ടിച്ചെടുക്കണം. തൊട്ടാവാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വളരെ ചെറിയ പൂവാണ്, നിറച്ച് മുള്ളൊക്കെയാണ്. സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടില്ല, അതിൽ മുന്നായാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊട്ടിക്കാൻ. ഇതൊരു പ്രത്യേക ജാതി പൂക്കളാണ് കണ്ടോ. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവില്ല. ഇതൊരു കാട്ടുപൂവാണ്. അതൊക്കെ നമ്മളുടെ കൂടേരെ ഉള്ളിലേക്ക്, കൂടെയല്ല ചാക്കാണ്. പണ്ടൊക്കെ കൂടയും കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ, കൂടെ ഞാൻ പൂക്കുട, പൂക്കൊട്ടയില്ലേ, പൂ പറിക്കാനുള്ള കൊട്ട, അത്. ഇതപ്പോൾ ചെമ്പരത്തി പൂക്കളാണിത്. അപ്പോൾ ഈ ചെമ്പരത്തി പൂ ഇങ്ങനെ ചെവിമയൊന്നും വെക്കാൻ പാടില്ല. ചെവിമ വെച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് സുഖമില്ല എന്ന് പറയാം. അപ്പോൾ ഒരു പാള, അപ്പോൾ കുറേ കാട്ടുപൂക്കളെ കിട്ടി. ഇനി കുറച്ച് എപ്പോഴും കാണുന്ന പൂക്കളുണ്ട്, അത് എൻ്റെ തോട്ടത്തിലുണ്ട്. തോട്ടത്തിലല്ല, എൻ്റെ തൊടിയിൽ കണ്ടോ. ഇതൊക്കെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ പാളയിലൊക്കെ ഞാൻ ശേഖരിക്കുകയാണ് പൂക്കൾ. കണ്ടില്ലേ, ഇത് ഈ പൂക്കളൊക്കെ നിങ്ങൾ കാട്ടുപൂവാണ്. അതൊക്കെ ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം ഇത് കൊണ്ടുപോയിട്ടൊക്കെ വേഗം കൊടുക്കണം. കത്തി എടുക്കാൻ മറന്നു, അത് തന്നെ കടിച്ച് വലിക്കണം. ഇതൊന്നും ഞങ്ങൾക്ക് വിഷയമില്ല. ഇതൊക്കെ കടിച്ച് മുറിക്കാൻ ചെന്നില്ല, ഒരൊറ്റ കടിക്ക് സാധനം പോകണ്ട. പല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ് അല്ലേ. ഇത് കണ്ടോ, ഇതാണ് പൂക്കൾ. ഒരു പാള പൂവുന്നുണ്ട് കണ്ടോ.
വേറെ ഇഷ്ടം പോലെയാണ്. ഇനി അവളുടെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ. കാരണം അങ്ങോട്ട് വിട്ടു കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് കുറച്ച് പണി കുറഞ്ഞു കിട്ടും. അപ്പം ചാണകം, നമ്മുടെ ഗോമൂത്ര ചാണകം കണ്ട അതങ്ങോട്ട് തെളിച്ചു കൊടുക്കുക. അതൊക്കെ എൻ്റെ പണിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവള് ടൗണിൽ ജനിച്ചു വളർന്ന തന്നെ ഈ ചാണകം കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഇവൾക്കാ പണ്ട് കാലത്ത് നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കില്ലേ അവരുടെ സമയത്തൊക്കെ മുഴുവൻ എല്ലാവരുടെയും വീട്ടിൽ ഈ ചാണകം ഇട്ട് മെഴുകിയ വീടാണ്. അല്ലാണ്ട് ഇതുപോലത്തെ മാർബിള്, ഗ്രാനൈറ്റ്, ടൈൽസ് ഇതൊന്നും ഒരു 50 വർഷം മുന്നില്ല ചേട്ടോ. അപ്പൊ കളിയാക്കണ്ട. ചാണകമൊക്കെ ആരും ചാണകത്തിലാണ് നിന്റെ അച്ഛൻ കിടന്നുറങ്ങിയത്, മനസ്സിലായാ? നിന്റെ അപ്പനൊക്കെ കിടന്നുറങ്ങിയത് എവിടെയാ? ചാണകത്തില്. ഇല്ലേന്ന് വീട്ടുകാരോട് ചോദിക്കടാ, അപ്പൊ അറിയാം. കണ്ടോ? അപ്പൊ ഇത് മെഴുകിയെടുക്കണം. ഒക്കെ വീടിൻ്റെ ഉള്ളിലൊക്കെ പണ്ട് കാലത്ത് ഇങ്ങനെ മെഴുകും. ആട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ അതിലാണ് കിടന്നുറങ്ങുക. ചിലവർക്ക് പായ ഉണ്ടാവും, പണക്കാർക്ക് പായ ഉണ്ടാവും, അല്ലാത്തവന് അവിടെ ചിലപ്പോൾ അതിൽ തന്നെ കിടന്നുറങ്ങും. അതൊക്കെ ഒരു കാലം. അപ്പൊ അന്നത്തെ കാലത്തെ പൂക്കളാണ് ഇത്. കണ്ടോ? ഇങ്ങനെയൊക്കെ ആദ്യം തുളസി ഇലയും തുളസിപ്പൂവും ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ? ഏറ്റവും സെൻട്രല് ഫസ്റ്റിൽ തന്നെ നമ്മൾ തുളസിക്കതിരും തുളസി ഇലയും. തുളസിക്കതിര് പൊട്ടിയെടുത്തെന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇട്ടതിന് ശേഷം ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ കൃഷ്ണ കിരീടം, ഇതിൻ്റെ ഒന്നും പേര് ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. അപ്പം എന്നെ പോലെയുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. കണ്ടോ? ഇതാണ് കൃഷ്ണ കിരീടം. ഇപ്പോൾ അത് രണ്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇനി ഇഷ്ടമുള്ള പൂക്കൾ വയ്ക്കാം. അപ്പോൾ കുറവുള്ള പൂക്കൾ ആദ്യം വയ്ക്കണം. കാരണം വെച്ചാൽ ചെറിയ റൗണ്ടാണ്, കണ്ടോ? വട്ടം ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ കുറച്ച് പൂക്കൾ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. പിന്നെ കൂടുതൽ പൂക്കൾ ഉള്ളത് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ വലിയ വട്ടത്തിൽ വയ്ക്കുമ്പോഴോ അതിൽ കൂടുതൽ പൂവുകൾ ഏത് കിട്ടിയാണെങ്കിൽ അത് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ? ഒക്കെ അവളുടെ പണിയാണ്. നമ്മൾ വെറുതെ നിന്നാൽ മതി. സബിതയ്ക്ക് ഇതൊക്കെ എക്സ്പെർട്ടാണ്. കണ്ടില്ലേ? പിന്നെ സ്ത്രീകൾക്ക് എന്ന് വെച്ചാൽ ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് ഈ ചെറിയ പണികൾ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. അപ്പം എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളി പൂക്കളാണ്. ഇതാണ് ശരിക്ക്. അല്ലാണ്ട് നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വിഷം തെളിച്ച പൂക്കളൊന്നും കൊണ്ടുവന്ന് വെക്കാൻ പാടില്ല. കാരണം ഇപ്പോൾ പൂക്കൾ തന്നെ വിഷം തെളിച്ചാണെങ്കിലോ നമ്മളെ പൂമ്പാറ്റ അല്ലെങ്കിൽ വണ്ട്, കരിവണ്ട് ചെന്ന് കഴിഞ്ഞാൽ അതങ്ങോട്ട് മണത്ത് കഴിഞ്ഞ് ചത്തുപോകും. അതുപോലെയാണ്